ഞാൻ ഒളിഞ്ഞിരിക്കുകയാണ്, ഒളിഞ്ഞിരുന്ന് ഈ കഥ പറയുകയാണ്. പണ്ട് ഒരു ചിത്രകഥയിൽ വായിച്ച ഒരു രസം. സ്വാമി എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഗ്രാമീണൻ, ഒരു സാധു, അത്ര വിദ്യാഭ്യാസമൊന്നുമില്ല, ഇത്തിരി കൊട്ടാര സേവയൊക്കെ ചെയ്ത് ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ. അദ്ദേഹത്തിന് ഒരു നാൾ ഒരു ആടിനെ ലഭിച്ചു സമ്മാനമായിട്ട് കൊട്ടാരത്തിൽ നിന്ന്. അപ്പോൾ അദ്ദേഹം ഈ ആടുമായിട്ട് ഒരു വനത്തിലൂടെ ഇങ്ങനെ നടന്നു വരിക. അന്നേരം ഒരാൾ ഈ സ്വാമിയെ സമീപിച്ചിട്ട് പറഞ്ഞു, എന്താ സ്വാമി, നല്ലൊരു കഴുതയൊക്കെ ലഭിച്ചിട്ടുണ്ടല്ലോ, കൊള്ളാം, നല്ല കഴുതയാണ് കേട്ടോ എന്നും പറഞ്ഞിട്ട് അയാൾ നടന്നു പോയി. സ്വാമി, കഴുത ആടല്ലേ, ഇയാളെന്താ അതെന്തോ തീർക്കാൻ അവരെന്തോ പറഞ്ഞിട്ടായിരുന്നു, മഴ വെച്ചില്ല. എന്നിട്ട് സ്വാമി പിന്നെയും മുന്നിലേക്ക് നടന്നു വന്നപ്പോഴത്തേക്ക് രണ്ടാമതൊരാൾ, സ്വാമിക്ക് നല്ല കഴുതയൊക്കെ ലഭിച്ചല്ലേ, കൊള്ളാമല്ലോ, നല്ല കഴുതയാണ്, വിലയൊക്കെ കിട്ടുമായിരിക്കും അല്ലേ, കൊടുക്കുന്ന സ്വാമി കഴുത, കൊടുക്കുകയാണെങ്കിൽ പറയണം കേട്ടോ, നല്ല കഴുതയാണ്. രണ്ടാമത് ഒരാൾ വീണ്ടും ആടിനെ നോക്കി കഴുത എന്ന് പറയും. അന്നേരം ഈ സ്വാമിക്ക് സംശയം ചെറുതായിട്ട് തലയ്ക്കകത്ത് ഉദിച്ചു തുടങ്ങി. രണ്ടാമതൊരാളും കൂടി കഴുത എന്ന് പറയുന്നല്ലോ, ശരിക്കും ഇത് കഴുതയാണോ? എന്നാലും ഇയാൾ കുറേ കൂടി പിന്നെയും മുന്നിലേക്ക് നടന്നു വന്നപ്പോഴത്തേക്ക് മൂന്നാമതൊരാൾ പറഞ്ഞു, എന്താ സ്വാമി, കഴുതപ്പുറത്ത് ഇരുന്ന് നടന്നു പോയിക്കൂടെ, എന്തിനാണ് നിങ്ങൾ കാല് കൊണ്ട് നടന്ന് ഇത്രയും പ്രയാസപ്പെടുന്നത്, കഴുതയ്ക്ക് 4 കാലുണ്ടല്ലോ, അത് നിങ്ങളുടെ ഭാരം ചുമന്ന് നടന്നോളുമല്ലോ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ഒരു കാവ്യാത്മകമായിട്ട് ഇയാൾ ഈ സ്വാമിയോട് വർത്തമാനം പറഞ്ഞു. സ്വാമി ആകെ പരിങ്ങല്ലായി. മൂന്നാമതൊരാൾ, ഇവരെല്ലാം അപരിചിതരാണല്ലോ ഈ സ്വാമിക്ക്. എന്നിരുന്നാൽ പോലും മൂന്നാമതൊരാളും കൂടി ഇങ്ങനെ പറയുന്നു. സ്വാമിക്ക് ആകെ വിഭ്രാന്തിയായി, ഇങ്ങേർക്ക് ആകെ കൺഫ്യൂസ്ഡായി, ആകെ വെപ്രാളമായി. ഇതെന്താണ് ഇങ്ങനെ പറയുന്നത്, ശരിക്കും ഇത് കഴുത തന്നെ, ആടല്ല. എന്തായാലും അയാൾ എന്ത് ചെയ്തു, ഈ സ്വാമി അവിടെ ഉപേക്ഷിച്ചിട്ട് ഇയാൾ പെട്ടെന്ന് നടന്ന് വീട്ടിലോട്ടങ്ങ് പോയി. ഇത് വേണ്ടാന്ന് വെച്ചു ഈ ആടിന്. ഈ 3 പേരെന്ന് പറയുന്നത് അവർ സുഹൃത്തുക്കളായിരുന്നു. അവരുടെ ഒരു പദ്ധതിയായിരുന്നു ഈ സ്വാമിയിൽ നിന്ന് ഈ ആട് അടിച്ചെടുക്കുക എന്നുള്ളത്. അവരുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ വൈകുന്നേരം ഈ ആടിനെ തട്ടി കറിയാക്കി കള്ളിനോടൊപ്പം കഴിക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അത്രയേ ഉള്ളൂ. അതിന് ഒരു മനുഷ്യനെ വഴിതെറ്റിക്കുക, അല്പമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർ വഴിതെറ്റിക്കുന്ന മനോഭാവം അക്കാലമുണ്ട്, ഇക്കാലമുണ്ട്, എല്ലാ കാലവുമുണ്ട്. എന്നാൽ സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ ഇത്രയ്ക്ക് വിവേചന ബുദ്ധി ഇല്ലാതായിപ്പോയില്ലോ എന്നുള്ളതാണ് ഇന്നേ സമൂഹത്തിനോട് വഴിതെറ്റി സഞ്ചരിക്കുന്ന ഇന്നേ കുട്ടികളോടും ഏറെ ഇവരുടെയൊക്കെ മാതാപിതാക്കളോടും ചോദിക്കേണ്ടി വരുന്നത്. ഞാനൊരു സൈക്കോളജിസ്റ്റ്, കൗൺസിലിംഗ് പ്രവർത്തനം, അനുബന്ധമായിട്ടുള്ള സൈക്കോതെറാപ്പി ഒക്കെ നടത്തി വരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ 22 വർഷമായല്ലോ ഈ പണി തുടങ്ങി. കൊറോണയ്ക്ക് ശേഷം മൊബൈൽ ഫോൺ ദുർവിനിയോഗം, കുട്ടികളെല്ലാം ഇന്ന് ആടിനെ കഴുത എന്ന് വിളിച്ചാൽ കഴുത എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ആയിക്കഴിഞ്ഞു. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. പക്ഷെ ഇപ്പം എല്ലാ വീടുകളിലും കുട്ടികളെ കൊണ്ട് ദുഃഖം ആയിക്കഴിഞ്ഞു. ഞാൻ അറിയുന്നുണ്ട്, നിത്യേന സമൂഹം എല്ലാവരും ഇതറിയട്ടെ. ഇന്നേ കുഞ്ഞുങ്ങൾ ആടിനെ തിരിച്ചറിയുന്നുണ്ടോ? മറ്റാരെങ്കിലും കഴുതയെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ അവരുടെ സുഹൃത്തുക്കൾ ഇൻ്റർനെറ്റ് വഴി, വാട്സാപ്പ് പോലുള്ള മറ്റ് ചാറ്റിംഗ്, ഇൻസ്റ്റാഗ്രാം, ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയല്ലോ, ഒരു സോഷ്യൽ മീഡിയ ഒക്കെ നല്ലതാണ്, എല്ലാ മീഡിയാസും നല്ലതാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ നല്ലതാണ്. പക്ഷേ ഇനി വരും നാളുകളിൽ തൊഴിൽ പോലും നഷ്ടമാവുന്ന അവസ്ഥ ധാരാളം പേർക്ക്. ഈവൻ ബിൽ ഗേറ്റ്സ്, ലോക സമ്പന്നനായിട്ടുള്ള ബിൽ ഗേറ്റ്സിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി, ഇനി അങ്ങോട്ട് ഡോക്ടേഴ്സിനും ടീച്ചേഴ്സിനും പണി നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്.
വരും. ഏതാണ്ട് ഒരു 10-11 വർഷം ആകുമ്പോഴത്തേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാം ടേക്കപ്പ് ചെയ്യുമെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും നമ്മുടെ സമൂഹം ഏറെ സങ്കീർണം. ഇന്നേ കുഞ്ഞുങ്ങൾ അതീവ ദുരന്തം. സൂക്ഷിക്കുക, എനിക്കത്രയും പറയാനുള്ളൂ. കാരണം കുട്ടികൾക്ക് ലഭിച്ചിരിക്കുന്ന വലിയൊരു ആയുധമാണ്. അവരെന്തൊക്കെ കാണുന്നു, എന്തൊക്കെ തലയ്ക്കകത്ത് കയറ്റി വയ്ക്കുന്നു, പ്രായത്തിന് അതീതമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ. ഈശ്വരോ രക്ഷതു.